ആറളം പഞ്ചായത്തിലെ ജനവാസ മേഖലയിലേക്ക് പുലി ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങൾ പ്രവേശിക്കാതിരിക്കാൻ 4 കിലോമീറ്റർ തൂക്കുവേലി സ്ഥാപിക്കും. ചതുരൂർ നീലായിൽ വീട്ടുമുറ്റത്ത് നിന്നും വളർത്തുനായയെ പിടിച്ചത് പുലിയാണെന്ന് സ്ഥിരീകരിച്ച സാഹചര്യത്തിലാണിത്. നാട്ടുകാരുടെ സഹായത്തോടെ വനാതിർത്തിയിലെ അടിക്കാടുകൾ വെട്ടിമാറ്റുന്ന പ്രവൃത്തി തുടങ്ങി. ആറളം പഞ്ചായത്തിന്റെ സഹായത്തോടെ മേഖലയിലെ തെരുവിളക്കുകൾ തെളിയിക്കാനുള്ള നടപടികളും ആരംഭിച്ചിട്ടുണ്ട്. ഭാഗത്ത് ഇപ്പോൾ കാട് പിടിച്ചു കിടക്കുന്നുണ്ട്. അപ്പോൾ അത് എത്രയും പെട്ടെന്ന് നമുക്ക് നാളെ തന്നെ BSS അതുപോലെ നാട്ടുകാരുടെയും സഹകരണത്തോടു കൂടി തന്നെ കാട് വെട്ടിത്തെളിച്ച് ഒരു ടെമ്പററി ഫെൻസ് സ്ഥാപിക്കുക എന്നുള്ളതാണ്. ഇനിയൊരു 4 കിലോമീറ്ററിൽ കൂടുതലായിട്ട് നമുക്ക് ഹാങ്ങിങ് സോളാർ ഫെൻസ് ഇവിടെ ആവശ്യമുണ്ട്. പക്ഷെ അതിന് കുറച്ചും കൂടെ സമയം എടുക്കും ആ ഒരു പ്രോസസ്സിൽ. അപ്പോൾ അത് വരുന്നവരേക്ക് ടെമ്പററി ആയിട്ട് നാളെ തന്നെ ഒരു ടെമ്പററി സോളാർ ഫെൻസും കൂടെ ചെയ്യാനുള്ള കാര്യങ്ങളാണ് നോക്കുന്നത്. വനം വകുപ്പ് ചീഫ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റർ KS ദീപയുടെ നേതൃത്വത്തിലുള്ള ഉന്നതതല സംഘം പ്രദേശം സന്ദർശിച്ച് സുരക്ഷാ നടപടികൾ വിലയിരുത്തി. നാളെ പ്രദേശത്ത് താൽക്കാലിക തൂക്കുവേലിയുടെ നിർമ്മാണ പ്രവൃത്തി ആരംഭിക്കും. മേഖലയിൽ ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കുന്നതിന് 24 മണിക്കൂറും വനം വകുപ്പ് പെട്രോളിംഗ് നടത്തും. ഇതിനായി ബേസ് ക്യാമ്പും തുറന്നു. കുടിവെള്ളം ശേഖരിക്കുന്നതിനുള്ള സഹായങ്ങൾ വനം വകുപ്പ് നൽകുമെന്നും CCF പറഞ്ഞു. വന്യമൃഗത്തിന്റെ മുരൾച്ച ഭീതിപ്പെടുത്തുന്നതായി സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ ഉദ്യോഗസ്ഥരോട് പരാതിപ്പെട്ടു. ACF V രതീശൻ, ആറളം വൈൽഡ് ലൈഫ് വാർഡൻ G പ്രദീപൻ, കൊട്ടിയൂർ റേഞ്ചർ P പ്രസാദ് എന്നിവരും സ്ഥലത്തെത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, ഇരിട്ടി.